Welcome back. In this video, we are going to discuss about job description. So, in the last class, we discussed about job analysis. So, job analysis means detailed analysis of the job in an organization. So, we discussed about its step, job analysis process, and what are the merits and demerits of job analysis, etc. So, after the job analysis, the results of the job analysis was written in a statement. It is known as job description. That means job description is a statement defining the purpose and scope of the job. Okay. So, in this statement, it describes a job in terms of its title, location, duties, responsibilities, and relationship with other jobs. സോ ജോബ് അനാലിസിസ് നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. സോ ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ, വൈ ഇറ്റ് ഈസ് ടു ബി ഡൺ. ഓരോ ജോബിനെ നമ്മൾ എന്താണ് ആ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുക, ആ ജോലി മറ്റുള്ള ജോബുമായിട്ട് എന്തൊക്കെയാണ് റിലേഷൻഷിപ്പ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുഖാന്തരം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ? ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ കണ്ടൻസ് ആണ് ഉണ്ടാവുക? ഫസ്റ്റ് വൺ, ജോബ് ലൊക്കേഷൻ. Job location means the department in which the job is to be performed. In which department our job is performed, whether it is personal department or it is marketing department or accounts department, etc. സോ ഏത് ലൊക്കേഷനാണ്, ഏതാണ് നമ്മളുടെ ലൊക്കേഷൻ എന്നുള്ളതാണ് ജോബ് ലൊക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെയിം ഓഫ് ദ ജോബ്. അപ്രോപ്രിയേറ്റ് നെയിം ഷുഡ് ബി ഗിവൺ ഇൻ ഈച്ച് ജോബ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ്. സോ നമുക്കറിയാം ഓരോ ഓർഗനൈസേഷനിലുള്ള ഓരോ ജോബിന് അതിൻ്റേതായിട്ടുള്ള നെയിം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓഫീസ് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ തന്നെ പിയൂൺ ഉണ്ടായിരിക്കും, ക്ലറിക്കൽ സ്റ്റാഫ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സൂപ്രണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് പൊസിഷനിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. സോ എന്താണ് ആ ജോബിൻ്റെ നെയിം എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. സോ ഓരോ ജോബിനും ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് ലൊക്കേഷനിലാണ് ഇത് വരുന്നത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, എന്താണ് അതിൻ്റെ പേര്. ദെൻ സമ്മറി ഓഫ് ദി ജോബ്. Summary of the job means the description about the job should be given in paragraph. That is, primary, secondary and other duties to be performed must be clearly indicated in the job description. സോ ഓരോരുത്തർക്കും അസൈൻ ചെയ്തിട്ടുള്ള ജോലി, അതിലെന്തൊക്കെ ആക്ടിവിറ്റികളാണ് മെയിനായിട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് സമ്മറി ഓഫ് ദ ജോബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. So the duties and responsibilities concerned with each job should be specifically mentioned. So time taken to perform the job is also to be indicated. സോ എന്തൊക്കെയാണ്, ചില ജോലിയിൽ ഡ്യൂട്ടീസ് കൂടുതലായിരിക്കും, അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് കൂടുതലായിരിക്കും, എന്നാൽ ചില ജോലിയിൽ റെസ്പോൺസിബിലിറ്റീസ് കുറവായിരിക്കും. സോ ഓരോ ജോബിൻ്റെ നേച്ചറിനനുസരിച്ചിട്ട് അതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എത്രയൊക്കെയാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ. ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ മീൻസ് ഹൗ മച്ച് സൂപ്പർവിഷൻ ഈസ് റിക്വയർഡ് ഫോർ ഈച്ച് ജോബ്. ഓക്കെ, certain jobs requires high level of supervision, whereas in certain cases there is no need of supervision. Okay. സോ ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ എത്രയാണെന്നുള്ളതും നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യണം. ദെൻ ഡീറ്റെയിൽസ് ഓഫ് എക്യുപ്മെൻറ്റ്, മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ് യൂസ്ഡ്. ഏതൊക്കെ മെഷീനറിയാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ദെൻ റിലേഷൻ വിത്ത് അതർ ജോബ്സ്. That is, the relation of a job with other jobs should be clearly stated in the job description. അതായത് ഇപ്പോൾ ബിസിനസ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് സെക്ഷൻ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റോക്സ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കണക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടാണ് കണക്ഷൻ ഉള്ളത്, എന്തൊക്കെ റിലേഷൻഷിപ്പാണുള്ളത് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. ദെൻ a brief description of the overall purpose of the job. Okay. Then special qualification of job, mental, physical experience, etc.
സോ ഫിസിക്കൽ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്, അതേപോലെ തന്നെ മെൻ്റൽ മെൻ്റൽ റിക്വയർമെൻറ്റ്സ് എത്രയാണ് വേണ്ടത്, അതേപോലെ തന്നെ ഫിസിക്കൽ എക്സ്പീരിയൻസ് എത്രത്തോളം. ചില ജോബിന് എക്സ്പീരിയൻസ് കൂടുതൽ വേണ്ടി വരും, എന്നാൽ ചില ജോബിന് എക്സ്പീരിയൻസ് വേണ്ടതായിട്ട് ഇല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ ഫിസിക്കൽ കണ്ടീഷൻസ്. ഓക്കെ, ഫിസിക്കൽ കണ്ടീഷൻസ് മീൻസ് ചില ജോബിനെ നമ്മൾ സ്പെഷ്യലായിട്ട് ചോദിക്കും നമ്മളുടെ പിന്നെ ഈ കാഴ്ചശക്തി, കേൾവിശക്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം അതിൽ മെൻഷൻ ചെയ്യും, കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും. സോ ദീസ് ആർ അബൌട്ട് ദ കണ്ടൻസ് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ. So job description simply means describing the job. Okay, so what are the characteristics of job description? It should have a proper title. So every job should have a proper title. It must be up to date. That is the job description. നമ്മൾ ഓരോ ജോബ് മാറുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനിലും ചേഞ്ച് ഉണ്ടായിരിക്കണം. ഓക്കെ, then duties and responsibilities concerned with the job must be specially mentioned. Then it should be descriptive. വെറും പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ നോട്ട് ചെയ്യുന്നതല്ല, മറിച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ എഴുതുന്നതാണ്. ദെൻ ജോബ് സ്പെസിഫിക്കേഷൻ ഈസ് ടു ബി ഇൻഡിക്കേറ്റഡ്. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ജോബ് സ്പെസിഫിക്കേഷൻ? Job specification means what are the qualifications required for performing each job. So here we describe about the job. In the job specification we describe about the person. ആ ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ജോബ് സ്പെസിഫിക്കേഷനിൽ നമ്മൾ പറയുന്നത്. അതേസമയം ജോബ് ഡിസ്ക്രിപ്ഷനിൽ ആ ജോബിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ജോബ് ഡിസ്ക്രിപ്ഷനിലും എന്ത് വരും? ജോബ് സ്പെസിഫിക്കേഷൻ വരും. ദെൻ നെക്സ്റ്റ് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് എഴുതുന്നത് അത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ആവശ്യമുള്ളതായിരിക്കും. അടുത്ത റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന സമയത്ത് അവർക്ക് ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ വേണ്ടി വരും. സോ അത് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആകുന്ന ലെവലിലായിരിക്കണം പ്രിപ്പയർ ചെയ്യുന്നിരിക്കുന്നത്. എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഈച്ച് ജോബ് ഈസ് ഓൾസോ ഗിവൺ. ഓക്കെ, ഓരോ ജോബിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഘടന എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ദെൻ ഈച്ച് എംപ്ലോയി ഷുഡ് നോ ദ കണ്ടൻസ് ഓഫ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. സോ ഒരു ജോബിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ഓരോ എംപ്ലോയിക്കും അവരുടെ ജോബിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആ എംപ്ലോയി കണ്ടിരിക്കണം. ദെൻ ക്വാളിഫിക്കേഷൻ നീഡഡ് ഈസ് ഓൾസോ റിട്ടൺ. ക്വാളിഫിക്കേഷൻ നമ്മൾ മസ്റ്റായിട്ട് ജോബ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കണം. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ. Okay, so job description means describing about the job. So next one, job specification. Job specification means it is a statement which show the maximum acceptable human qualities necessary to perform the job satisfactorily. ഒരു ജോബ് ചെയ്യാൻ വേണ്ടി ഒരു ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ട മാക്സിമം ആക്സെപ്റ്റബിൾ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നതാണ് ജോബ് സ്പെസിഫിക്കേഷൻ. So here only a part of job description is mentioned. Job description നമ്മൾ കംപ്ലീറ്റ് ജോബിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ജോബ് സ്പെസിഫിക്കേഷനിൽ പേഴ്സണ് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ റിട്ടൺ റെക്കോർഡ് ഓഫ് physical, mental, social, psychological and behavioral characteristics which a person should possess in order to perform the job effectively. Okay. So physical, mental, social, behavioral, psychological and behavioral characteristics. So job specification is a statement of minimum acceptable human qualities necessary to perform the job properly. Okay, so it is the definition given by Edwin B. Flippo. It is the minimum acceptable human qualities. He opined that job specification means it is a statement of minimum acceptable human qualities necessary to perform the job properly. So what are the contents of job specification? Here, physical characteristics. What are the physical characteristics needed? That is height, weight, sight, physical structure, health, etc. Then psychological characteristics. Psychological characteristics means decision making ability, അതുപോലെ മെൻ്റൽ എബിലിറ്റി, അനലിറ്റിക്കൽ എബിലിറ്റി, അതൊക്കെ മെൻഷൻ ചെയ്യുന്നതാണ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്.
ഒരു പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ്, ഹിസ് ബിഹേവിയർ, ഹിസ് ആറ്റിറ്റ്യൂഡ്, ഹിസ് ലീഡർഷിപ്പ് ക്വാളിറ്റി എക്സെട്ര. അതൊക്കെയാണ് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ റെസ്പോൺസിബിലിറ്റി ഓരോ ജോബിന് പല നേച്ചറിലുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കും വേണ്ടി വരിക. ഓക്കെ, ചില ജോബിന് നമുക്ക് റെസ്പോൺസിബിലിറ്റി വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അതേസമയം ചില ജോബിന് നമ്മളുടെ എക്യുപ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഓഫീസ് റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുന്നതിലൊക്കെ റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൂപ്രണ്ടിനെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഓഫീസിലെ സൂപ്രണ്ടാണെന്നുണ്ടെങ്കിൽ സൂപ്രണ്ടിന് റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും. അതുപോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് HOD ആണെന്നുണ്ടെങ്കിൽ ആ HODക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും. സോ ഓരോ പൊസിഷൻ അനുസരിച്ച് റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും. സോ ജോബ് സ്പെസിഫിക്കേഷനിൽ ഒരു ജോബിന് ആ ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പേഴ്സണ് ഏത് തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ് എടുക്കാൻ വില്ലിങ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ജോബിന് വേണ്ടി വരിക എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം, ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കണം. ദെൻ ക്വാളിഫിക്കേഷൻ ഹിയർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ആ ജോബിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, മാക്സിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ എത്രയാണ്, എക്സ്പീരിയൻസ് വേണ്ടതാണോ, ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നു. സോ ദീസ് ആർ ദ കണ്ടൻസ് ഓഫ് ജോബ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. എപ്പോഴും ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും മാറിപ്പോകരുത്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ജോബിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ജോബ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. സോ ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് ഡിഫറൻസ്, job description is summary of duties, responsibilities and other characteristics of job, whereas job specification is the statement of qualities possessed by a person who perform a job. Okay, qualities എത്രയാണെന്നുള്ളത് പറയുന്നതാണ് ജോബ് സ്പെസിഫിക്കേഷൻ. ദെൻ preparing a complete and correct job specification is relatively difficult as compared with that the preparation of job description. ജോബ് ഡിസ്ക്രിപ്ഷനിൽ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ് ജോബ് സ്പെസിഫിക്കേഷൻ. അതായത് അതിൽ നമ്മൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, സൈക്കോളജിക്കൽ, പേഴ്സണൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഒന്നുകൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ദെൻ ജോബ് ഡിസ്ക്രിപ്ഷൻ ഹെൽപ്സ് എ കാൻഡിഡേറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ജോബ്. ഓക്കെ, ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ ചെയ്യുന്നത് കൊണ്ട് എന്താണൊരു ഗുണം, അത് ആർക്കാണ് ബെനിഫിറ്റ് ആകുന്നത് കാൻഡിഡേറ്റിനാണ്. ഒരു പുതുതായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയിക്ക് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കുന്നതിലൂടെ അവർക്ക് എന്തൊക്കെ ജോലിയാണ് അതിൽ ചെയ്യാനുള്ളത്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസാണ് അയാൾക്ക് ഉണ്ടാവുക, ആ ജോബിൻ്റെ നേച്ചർ എങ്ങനെയാണ്, മറ്റുള്ള ജോബുമായിട്ട് അയാളുടെ ജോബിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് കണക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അയാൾ ഹെൽപ്പ് ചെയ്യുന്നു, ആ ഇൻഡിവിജ്വലിനെ ഹെൽപ്പ് ചെയ്യുന്നു ജോബ് ഡിസ്ക്രിപ്ഷൻ. അതേസമയം ജോബ് സ്പെസിഫിക്കേഷൻ ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ്. ജോബ് സ്പെസിഫിക്കേഷൻ ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മാനേജ്മെൻറ്റിനെയാണ്. ഇൻ സെലക്ടിങ് ദ റൈറ്റ് പേഴ്സണൽ. അതായത് ഓരോ ജോബിന് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ജോബ് സ്പെസിഫിക്കേഷനിൽ മെൻഷൻ ചെയ്യുന്നു. ഈ ജോബ് സ്പെസിഫിക്കേഷൻ നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന സമയത്ത് ടോപ്പ് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, so it mentioned the qualities to be possessed by the person who is going to perform the job. So it will help the management in selecting the right personnel. Okay, so these are the differences between job description and job specification.